ഗോശ്രീ രണ്ടാം പാലം റീടാറിംഗിനായി അടച്ചതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പ്രവൃത്തി അനന്തമായി നീളുകയാണ്. വൈപ്പിൻ മേഖലയിൽ നിന്ന് നഗരത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടവും കണ്ടെയ്നർ ടെർമിനൽ ഉൾപ്പെട്ട വ്യവസായ മേഖലയും പ്രധാനമായി ആശ്രയിക്കുന്ന പാലമാണിത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സജോ ദേവസിയുടെ റിപ്പോർട്ട് കാണാം. ഗോശ്രീ രണ്ടാം പാലമാണിത്. റീടാറിംഗിനായി അടച്ചിട്ടിട്ട് 1 മാസം പിന്നിടുന്നു. വൈപ്പിൻ ഉൾപ്പെടുന്ന മേഖലകളിൽ നിന്ന് കൊച്ചി നഗരത്തിലേക്ക്, എറണാകുളം നഗരത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണ് ഈ പാലം. നവീകരണത്തിനായി അടച്ചിട്ടിട്ട് ഇങ്ങനെ പ്രവർത്തികൾ അനന്തമായി നീളുന്നു. അതിന്റെ ദുരിതം ഈ മേഖലയിലുള്ള വൈപ്പിനും പരിസര പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള ആളുകൾ അനുഭവിക്കുകയാണ്. വേഗത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കണം എന്ന ആവശ്യത്തിന് യാതൊരു പരിഗണനയും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി. അതായത് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇത് സമാന്തര പാലമാണ്. മറ്റൊരു പാലം കൂടി യഥാർത്ഥത്തിലുണ്ട്. പക്ഷേ അതുവഴി, അതായത് കുപ്പിക്കഴുത്ത് പോലെയുള്ള ആ പാത വഴിയും ഈ വാഹനങ്ങളെല്ലാം നഗരത്തിലേക്ക് പ്രവേശിക്കാൻ കാത്തുനിൽക്കും. അല്ലെങ്കിൽ തന്നെ നഗരത്തിലേക്കുള്ള പ്രവേശനത്തിന് തിരക്കേറിയ സമയങ്ങളിൽ വലിയ തോതിലുള്ള കുരുക്കായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആളുകൾ കാലത്തും, അതായത് ഏറ്റവും കൂടുതൽ കുരുക്കുണ്ടാവുക കാലത്ത് 10 മണി സമയത്തും പിന്നീട് 4 മണി സമയവുമായിരിക്കും. ആ പീക്ക് ടൈമിൽ വലിയ ഗതാഗത കുരുക്കാണ്. ഇങ്ങനെ ഈ ദുരിതം നാളുകളായി ആളുകൾ അനുഭവിക്കുന്നു. പക്ഷേ ഇവിടെ വളരെ വേഗത്തിൽ തന്നെ റീടാറിംഗ് പൂർത്തീകരിച്ച് ഈ പാലം തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴും അത് ഒരു നിലയ്ക്കും പരിഗണിക്കപ്പെട്ടിട്ടില്ല. പ്രവൃത്തി നീളുകയുമാണ്. ഗോശ്രീ പാലം തുറന്നിട്ട് 21ഓളം വർഷങ്ങളായി. ഈ സമാന്തര പാലം 1 മാസത്തിലേറെയായി പൊളിച്ചിട്ടിട്ട് ഇതേവരെ ഇത് പൂർത്തീകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. പലപ്പോഴും ഇങ്ങനെ ആളുകൾ കുറച്ചു നാളത്തേക്കൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ. ഇത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട യാത്രാമാർഗം, ഒരു പാലമുണ്ട് അവിടെ എന്നതുകൊണ്ട് മാത്രം അവിടുത്തെ തിരക്ക് പരിഗണിക്കാതെ ഈ കുരുക്ക് ഇങ്ങനെ തുടർന്നോട്ടെ, നഗരം ശ്വാസം മുട്ടിക്കോട്ടെ, അതുവഴി പോകുന്ന ആളുകൾ ദുരിതം അനുഭവിച്ചോട്ടെ എന്ന് ചിന്തിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. വലിയ ദുരിതം ഈ പ്രവൃത്തി ഇങ്ങനെ വൈകുന്നത് കൊണ്ട് സംഭവിക്കുന്നു. ഇനിയും പ്രവൃത്തി കാര്യമായി തന്നെ നീങ്ങാനുണ്ട്. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ അത് തീരുവോളം ആളുകൾ ഈ ദുരിതം അനുഭവിക്കണം. ഇത്ര പ്രധാനപ്പെട്ട കൊച്ചി നഗരത്തിലേക്ക് പ്രധാനമായും ഉള്ള ഒരു കണക്ഷൻ പാതയിൽ ഇത്ര അലംഭാവത്തോടുകൂടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി നടത്താൻ കഴിയുക? അതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണിത്. വളരെ വേഗത്തിൽ തന്നെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കണം എന്നാണ് ഇവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി നിരവധി സമരങ്ങൾ ഇതിനകം തന്നെ ആളുകൾ നടത്തിക്കഴിഞ്ഞു. പക്ഷേ അത് ബദിരകർണങ്ങളിലാണോ പതിച്ചത് എന്നറിയില്ല. ഇപ്പോഴും അക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ ഇനിയും ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകരുത്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.